ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പലയും കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്. ഇനി ഗസ എന്ന പ്രദേശം, അതായത് പലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേലിൻ്റെ ഭാഗമായി മാറുകയാണ്. അവിടെയുള്ള ജനങ്ങളെ കൂട്ടത്തോടെ അവർ നാട് കടത്താൻ പോവുകയാണ്. അതിന് തയ്യാറാകാത്തവർക്ക് മുന്നിൽ, ഇസ്രായേലിലെ വെടിയുണ്ടകൾക്ക് മുന്നിൽ മരിച്ചു വീഴുക എന്നൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്കറിയാം, ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഹമാസ് തീവ്രവാദ സംഘടന നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും കുറേയധികം പേരെ ബന്ദികളാക്കിയതിൻ്റെ പേരിലുമാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ യുദ്ധം അവസാനിപ്പിക്കാണ്ട് പലരും ശ്രമിച്ചുകൊണ്ടിരുന്നു. UN പോലും ഇടപെട്ടിട്ടും ഇസ്രായേൽ വക വയ്ക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം അവരുടെ പൗരന്മാരെ തിരിച്ചു കിട്ടാതെ അവർ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായി വന്നപ്പോഴത്തേക്ക് കുറച്ച് ദിവസം വെടിനിർത്തിയിരുന്നു. പക്ഷേ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുകയും വീണ്ടും അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അതിന് കാരണമായി അവർ പറഞ്ഞത് ഹമാസ് അവരുടെ പൗരന്മാരെ വിട്ടു നൽകുവാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ അക്രമത്തിന് വീണ്ടും തുടക്കം കുറിച്ചത്. എന്തായാലും യുദ്ധം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നെങ്കിലും അവരതൊന്നും ചെവിക്കൊണ്ടില്ല. അതിനിടയിൽ തന്നെ അവർ ഹിസ്ബുള്ളയുമായും ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അതെല്ലാം നമ്മൾ കണ്ടാണ്. ഹൂത്തികൾക്കെതിരെ അവർ അക്രമങ്ങൾ നടത്തി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഫുള്ളായിട്ട് ഇസ്രായേൽ പലസ്തീനിലെ, അതായത് ഗസയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് നിലനിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിനിടയിലാണ് ഇസ്രായേലിലെ മൊസാദിൻ്റെ തലവനും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളും തമ്മിൽ, അതായത് അതിൻ്റെ തലവനും തമ്മിൽ ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുവാനുള്ള തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പലസ്തീനിലെ ജനങ്ങളെ, പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒഫീഷ്യലി ഇല്ല, അതൊരു ഭൂപ്രദേശമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഗസ എന്ന് പറയുന്നത് ഒരു തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും പിന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശവുമാണ്. അവിടെ കൃത്യമായിട്ടൊരു ഭരണകൂടമോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഗസ ഭരിക്കുന്നത് ഹമാസും മറ്റേ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് മറ്റേ നമ്മുടെ അറാഫത്തിൻ്റെ പാർട്ടിയുമാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഇതൊരു രാജ്യമായിട്ട് പോലും ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അന്ന് ഇസ്രായേലും പലസ്തീനും രൂപീകരിച്ചപ്പോൾ ഈ വെസ്റ്റ് ബാങ്കും ഈ ഗസയുമായിരുന്നു ഇസ്രായേൽ പലസ്തീനായിട്ട് അംഗീകരിച്ച ഭൂപ്രദേശങ്ങൾ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇസ്രായേൽ എടുക്കുന്ന തീരുമാനം, തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടിരിക്കുന്ന ഈ പ്രദേശം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ട് ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കുവാനാണ് അവർ മുന്നോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പലസ്തീനിലെ ജനങ്ങളെ ഒന്നടങ്ങും, അതായത് ഗാസയിലെ ജനങ്ങളെ ഒന്നടങ്ങും അമേരിക്കയുടെ സഹായത്തോടെ മറ്റ് അറബ് കൺട്രീസിലേക്ക് അവർ മാറ്റുവാനാണ് തയ്യാറെടുക്കുന്നത്. അല്ലാത്ത പക്ഷം ഇസ്രായേൽ അവരുടെ അക്രമം അവസാനിപ്പിക്കില്ല. അവർ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അത് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്കും പോകും. അതിന് ലോകരാജ്യങ്ങൾ തയ്യാറാകില്ല. ഇസ്രായേലിനോട് മറ്റൊരു ഒത്തുതീർപ്പ് ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുകയുമില്ല. അതിനാൽ തന്നെ ഗസയിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നത് മാത്രമാണ് ലോകരാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയ്ക്കും മുന്നിലുള്ള ഏക പോംവഴി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. അല്ലാത്ത പക്ഷം അവിടുത്തെ ജനങ്ങൾക്ക് അനിവാര്യമായ മരണം ഏറ്റുവാങ്ങേണ്ടതായി വരും. എന്തായാലും സ്വന്തം പൗരന്മാരുടെ ജീവൻ റിസ്ക് വെച്ചുകൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇസ്രായേൽ എന്തായാലും തയ്യാറാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഒരു സൈനികന് വേണ്ടിയിട്ട് 2000-ഓളം തീവ്രവാദികളെ വിട്ടുകൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട് ഇസ്രായേലിന്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ പൗരന്മാരുടെ ജീവന് ഭീഷണിയായിട്ട് ഇനിയും ഗസയും അവിടുത്തെ ജനങ്ങളും ഉണ്ടാകുവാൻ ഇസ്രായേൽ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഏത് കടുങ്കൈക്കും മുതിരും. അത് ലോകരാജ്യങ്ങൾക്കും അറിയാം. ലോകരാജ്യങ്ങളുടെ ഒരു ഭീഷണിക്ക് മുന്നിൽ അവർ മുട്ടുമടക്കുകയില്ലെന്ന് അറിയാം. അതിനാൽ തന്നെ അനിവാര്യമായ ഈ വിധി ഗസയിലെ ജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും.